നമസ്കാരം. കേരളത്തിലെ പുഴകളും കായലുകളും നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധിയുണ്ട്: അനധികൃത മണലൂറ്റ്. ഇതിന് തടയിടാൻ സർക്കാർ പല ശ്രമങ്ങളും നടത്തി. ശ്രമങ്ങളെല്ലാം തന്നെ പാഴായിരിക്കുകയാണ്. ആകെ സംഭവിച്ചത് കേരളത്തിൽ മണലിന് വില ഇരട്ടിയായി. മണലൂറ്റ് തകൃതിയായി നടക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന മണൽക്കുഴികൾ സമ്മാനിക്കുന്നത് ദുരന്തങ്ങളാണ്. ഈ കുഴികളിൽ നിരവധി ജീവനുകളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി പൊലിഞ്ഞു പോയത്. മണൽക്കുഴികൾ സമ്മാനിക്കുന്ന ദുരന്തക്കയങ്ങൾ. ഇതാണ് ഫോർ ദ പീപ്പിൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. രാജ്യത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന സഹ്യാദ്രിക്കും സമുദ്രത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തെ എക്കാലത്തും സസ്യശ്യാമളവും ജലസമൃദ്ധവുമാക്കി നിലനിർത്തിയിട്ടുള്ളത് ഇവിടെയുള്ള ചെറുതും വലുതുമായ നദികളാണ്. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ലക്ഷക്കണക്കിന് ടൺ മണലാണ് പുഴകളിൽ നിന്നും വാരിയെടുത്തിട്ടുള്ളത്. മണൽ വാരൽ, മണൽ കൊള്ളയുടെ കിരാത രൂപം പൂണ്ട് ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങിയപ്പോഴുയർന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മണൽവാരൽ നിയന്ത്രണവും പുഴ സംരക്ഷണ നിയമവും കേരള നിയമസഭ അംഗീകരിച്ചത്. എന്നാൽ മാറി മാറി അധികാരത്തിലേറുന്ന സർക്കാരുകളെ കൂട്ടുപിടിച്ച് മണൽക്കൊള്ള മാഫിയ വിലസി തുടങ്ങി. വീട് വയ്ക്കാൻ ഇത്തിരി മണലിനു വേണ്ടി നടക്കുന്ന സാധാരണക്കാരൻ ചൂഷണത്തിനിരയാകുകയും ചെയ്തു. നിലവിലുള്ള നിയമങ്ങൾ പോലും കർശനമായി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അതോ ഇങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചിട്ടാണോ? മണൽക്കൊള്ള പല പുഴകളിലും ആറുകളിലുമൊക്കെ നടക്കുന്നുണ്ട്. ഇത് മോണിറ്റർ ചെയ്യേണ്ട ബന്ധപ്പെട്ട വകുപ്പ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല. ഇത്തരമൊരു പ്രവൃത്തി മൂലം ഖജനാവിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട്. പ്രാദേശികമായി പല പ്രദേശങ്ങളിലും ചില ആൾക്കാരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അവർ തന്നെ ഈ മണൽ കോരിയെടുത്ത് കച്ചവടം നടത്തുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒത്താശയോടുകൂടിയാണോ എന്നൊരു സംശയവുമുണ്ട്. വികസന ഭ്രാന്ത് പിടിച്ച ഭരണകൂടങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയങ്ങളിൽ നാടിന്റെ സമ്പത്ത് മുഴുവൻ ഊറ്റിയെടുക്കാൻ വെമ്പുമ്പോൾ നദികളുടെ മരണങ്ങൾ നാളെ കേരളത്തെ ഒരു തരിശു ഭൂമിയാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ, ലോകം അംഗീകരിച്ചിട്ടുള്ള ജൈവ വൈവിധ്യ കലവറയായ വേമ്പനാട്ട് കായൽ ഇന്ന് മണൽ മാഫിയയുടെ പിടിയിലാണ്. ഒരു നദിയുടെ ജീവനെ തന്നെ നിലനിർത്തുന്നത് അതിലെ മണലാണ്. ജലവിധാനത്തെക്കാൾ താഴ്ന്ന നിലയിൽ മണലുള്ള നദികളിൽ നിന്നും മണൽ വാരാൻ പാടില്ല എന്ന് സുപ്രീം കോടതി 2012 ജനുവരിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വേമ്പനാട്ട് കായലിൽ നിന്നും മണൽ മാഫിയ ഇപ്പോഴും മണൽ വാരുന്നുമുണ്ട്. ഇവിടെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മണൽ മാഫിയ കൂട്ടുകെട്ടിൻ്റെ ഫലമായി നമ്മുടെ പ്രകൃതിയെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ നാട്ടുകാർ ശക്തമായ പരാതികൾ നൽകിയാൽ പോലും ഗവൺമെൻറ് അത് ശ്രദ്ധയിൽപ്പെടുത്തുകയോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് ശ്രദ്ധിക്കുകയോ ചെയ്യാത്ത ഒരു നാറിയ വ്യവസ്ഥിതിയിലൂടെ കടന്നു പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഈ മണൽ മാഫിയയിൽ നിന്നും അവർ മോട്ടിക്കുന്ന മണലിൻ്റെ വിഹിതം ഈ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പോലീസ് മേധാവികൾ കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാലാന്തരത്തിൽ ഈ പ്രകൃതിയെ നശിപ്പിച്ചാൽ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതിന് എല്ലാ വിഭാഗം ജനങ്ങളും, ആഭാലവൃത്തം ജനങ്ങളും പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് ശക്തമായ പോരാട്ടം നടത്തണം. മണലൂറ്റ് മുൻപ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അത് അങ്ങനെ കുറച്ച് നിയന്ത്രണം ഉണ്ടായിരുന്നു. പോലീസ് ഇടപെട്ട് നിയന്ത്രണം ഉണ്ടായിരുന്നു. അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടെ നിയന്ത്രിക്കുകയും അത് ഇടയ്ക്കില്ലാതിരിക്കുകയും ചെയ്യുന്നു. ഇടയ്ക്ക് എപ്പോഴോ പിന്നെയും മണലൂറ്റ് വന്നു. പക്ഷേ അവിടെ ഒരു അപകട മേഖല എന്നുള്ള ഒരു ബോർഡും ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ട് ഈ മണൽ മാഫിയകൾ ചെയ്താണ്. അത് നാട്ടുകാരുടെ സപ്പോർട്ട് കൂടി ആയിരിക്കും മണലൂറ്റുന്നത്. നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കാര്യവും നടക്കില്ല. വേമ്പനാട്ട് കായലിൽ നടക്കുന്ന മണൽ ഖനനത്തിന്റെ നേരിട്ടുള്ള കാഴ്ചകളിലേക്ക് ഫോർ ദ പീപ്പിളിന്റെ ടീം യാത്രയായി. അവിടെ നിന്നും ഫോർ ദ പീപ്പിൾ ഒപ്പിയെടുത്ത ചില ദൃശ്യങ്ങളിലേക്ക്. മണൽവാരൽ തടയുന്നതിന് കർശനമായ നിയമമുണ്ട്. പക്ഷേ ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള വിമുഖത പോലീസാണ് നിയമപരമായി നടപടികൾ എടുക്കേണ്ടത്. പോലീസിൽ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അതൊക്കെ അതിന് തടസ്സമാണ്. തീർച്ചയായും നമ്മളെ നിയമങ്ങൾ വളരെ ശക്തമാണ്.
ആ നിയമങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായി നടപ്പിലാക്കിയാൽ തീർച്ചയായും ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ കഴിയും. ഇന്ത്യൻ ഭരണഘടനയുടെ 48A SIA G വകുപ്പുകൾ അനുസരിച്ച് നദീ സംരക്ഷണം സർക്കാരിന്റെ ചുമതല തന്നെയാണ്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം ഗ്രാമപഞ്ചായത്തിന്റെ ബാധ്യതയുമാണ്. നദീതീര ജൈവ ഭൗതിക പരിസ്ഥിതി വ്യവസ്ഥയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് നിയമത്തിൽ വ്യവസ്ഥകളുണ്ട്. 500 മീറ്റർ ചുറ്റളവിൽ മണൽ വാരാൻ പാടില്ല. ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കേണ്ടതും ഓരോ ജില്ലകളുടെയും കളക്ടർ തന്നെയാണ്. ആക്ട് പ്രകാരം RDO ആണ് അതിലെ കർക്കശമായ നടപടിയൊക്കെ സ്വീകരിക്കുന്നത്. നമ്മുടെ തഹസിൽദാറും എംപവേർഡാണ്. വില്ലേജ് ഓഫീസറോ SIയോ കൺസേൺഡ് ആയിട്ടുള്ളവർ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ കർശനമായ നടപടി ഉണ്ടാവും. മണൽവാരൽ നിയന്ത്രിക്കാൻ ബില്ലുകളും നിയമങ്ങളും നിരവധി പാസാക്കി. ഏതൊക്കെ നിയമങ്ങളാണ് പ്രാവർത്തികമായിരിക്കുന്നത്? നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ കാലം മാറിയപ്പോൾ കോലവും മാറിയ അവസ്ഥയിലാണ്. തുടരെയുള്ള മണലൂറ്റ് ഭാരതപ്പുഴയെ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നു. 175ഓളം ഗ്രാമപഞ്ചായത്തിലെ 6 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജലലഭ്യത കൂടിയാണ് ഇതിലൂടെ ഇല്ലാതായിരിക്കുന്നത്. മണൽ മാഫിയയുടെ നിരന്തരമായ ഇടപെടൽ മൂലം വറ്റി വരണ്ട അവസ്ഥയിലാണ് ഭാരതപ്പുഴ ഇപ്പോൾ. 44 നദികളുള്ള കേരളത്തിൽ ഇന്ന് വേനലായാൽ വെള്ളമില്ല. എന്തുകൊണ്ട്? തണ്ണീർത്തടങ്ങൾ അത്രയും നികത്തി വലിയ വലിയ ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും പണിയുവാനുള്ള അനുവാദങ്ങൾ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും മുനിസിപ്പാലിറ്റികളും അനുവദിച്ചു കൊടുത്തതിൻ്റെ ഫലമായി ഒരു തത്വദിശയുമില്ലാതെ, ഒരു നീതിബോധമില്ലാതെ പ്രകൃതിയെ എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു ദുർദ്ദേശത്തോടു കൂടി ഇവിടുത്തെ രാഷ്ട്രീയ ഭരണകർത്താക്കൾ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ നിന്ദികേടാണ്. സ്വാഭാവികമായ ഒഴുക്ക് ഈ കായലുകൾക്കും പുഴകൾക്കും ഉണ്ടാവും. മണൽ വാരാത്ത പല പുഴകളും നശിച്ചു പോയതും നമ്മുടെ അറിവിലുണ്ട്. അപ്പോഴത് വാരേണ്ട സമയത്ത് വാരി കായലായിരുന്നാലും പുഴയായിരുന്നാലും അതിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി നിയന്ത്രിക്കുവാനുള്ള ഒരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. പെരിയാറിനെ പർവ്വതനിരയുടെ പനിനീരായും കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മലയാളി പെണ്ണുമൊക്കെയായാണ് വയലാർ വർണ്ണിച്ചത്. പക്ഷേ ഇത് ചരിത്രം. കേരളത്തിലെ മറ്റ് 44 നദികളെയും പോലെ തന്നെ രൂക്ഷമായ പുഴമണൽ ഖനനത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് പെരിയാർ. പ്രതിദിനം 50,000 ടൺ മണലാണ് പെരിയാറിൽ നിന്നും ഓരോ ദിവസവും മണൽ മാഫിയ കൊണ്ടുപോകുന്നത്. പെരിയാറിൽ ഇപ്പോൾ മണൽ വാരലിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് സർക്കാർ പറയുമ്പോഴും രാത്രിയുടെ മറവിലും ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലൂടെയും ഇപ്പോഴും മണൽ വാരൽ നടക്കുന്നുണ്ട്. ഈയൊരു വാർത്തയെ അടിസ്ഥാനമാക്കി പെരിയാറിന്റെ തീരങ്ങളിൽ നിന്നും ഫോർ ദ പീപ്പിൾ പകർത്തിയ ചില ദൃശ്യങ്ങളിലേക്ക്. അനിയന്ത്രിതമായി വർഷങ്ങളോളം നടക്കുന്ന ഇത്തരം ഖനനങ്ങൾ നദികൾക്ക് ചെറുതല്ലാത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇത്തരം ഖനനങ്ങൾ കടുത്ത മണ്ണൊലിപ്പുണ്ടാക്കുന്നതിന് പുറമെ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലങ്ങളെ അപകടാവസ്ഥയിലാക്കുകയും ചെയ്യും. ഇതിനുദാഹരണമാണ് MC റോഡിലുള്ള ഏനാത്ത് പാലത്തിന്റെ അവസ്ഥ. മണൽവാരൽ മൂലം തൂണിന്റെ അടിത്തട്ടിന് ബലക്ഷയം സംഭവിച്ചു. മണൽവാരൽ നിരോധിച്ച സമയങ്ങളിൽ പോലും അനധികൃതമായി ഇവിടെ നിന്നും മണൽ കടത്തിയിരിക്കുന്നു. രാത്രി 12 മണിക്കും 1 മണിക്കും കായലിൽ മണ്ണ് ഊറ്റുകയാണെങ്കിൽ അത് ആരെങ്കിലും കണ്ടവരാരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അല്ല പ്രസിഡന്റും മെമ്പറോ ആളുടെ മെമ്പറോ ഒന്നും വിചാരിച്ചാൽ നടക്കില്ല. നാട്ടുകാർ വിചാരിച്ചാൽ മാത്രമേ ഏത് കാര്യത്തിനും പരിഹാരം ഉണ്ടാവും. അതിൻ്റെ പിറകിൽ നമ്മൾ ശക്തമായി നിൽക്കും. മണൽ ഖനനം വ്യാപകമായി ഉണ്ട്. വളായണിക്കായലിനെ സംബന്ധിച്ചും മണൽ ഖനനം ശക്തമായി നടക്കുന്നുണ്ട്. അതിന് ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും പോലീസും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ, മനുഷ്യ ജീവനുകളുടെ നഷ്ടം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കേരള റിവർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഈ മണലൂറ്റിൻ്റെ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നത്, നിയന്ത്രണം കൊണ്ടുവരുന്നത്. അതിൽ പണ്ടത്തെ പോലെ അല്ലാതെ വളരെ ശക്തമായ നടപടി പണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ മണലൂറ്റ് എന്ന് പറയുന്ന കാര്യം ഇല്ല, ആൾമോസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റും. അശാസ്ത്രീയവും അമിതവുമായ മണൽവാരൽ ജനജീവിതത്തെ പല രീതിയിലും ബാധിച്ചിട്ടുണ്ട്. തീരത്ത് നിന്ന് 50 മീറ്റർ അകലം മാത്രമേ മണൽവാരൽ നടക്കാവൂ എന്ന നിയമം പാലിക്കാതെയാണ് മിക്ക മണൽവാരലും നടക്കുന്നത്. പുഴകളിലും കടവുകളിലും കുളിക്കാനിറങ്ങുമ്പോൾ
അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. ഇതിന്റെ വലിയ ഉദാഹരണമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വെള്ളയായണി കായലിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചത്. അവർക്ക് അറിയില്ലായിരുന്നു. അവർ പോയി കുളിക്കാനൊക്കെ ഈ പയ്യൻ ചാടിപ്പോണ കണ്ടാണ് എൻ്റെ ഒരു മറ്റേ പയ്യനും കൂടി ചാടിയത്. ചാടി ഈ പയ്യനെ പിടിച്ചും മാറ്റി വിട്ടു. ഈ 2 പയ്യന്മാരും തളർന്നുപോയി. ഈ മണൽ നിരോധിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രി വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ബിൽസൻ്റെ MLA വന്നിരുന്നു. അങ്ങനെ ഈ കാര്യം സൂചിപ്പിച്ചു. എന്തെങ്കിലും അപകടം ഇനി ആർക്കും സംഭവിക്കരുത്. വെള്ളായണി കായലിനെ സംബന്ധിച്ച് ഏതാണ്ട് 60ഓളം ആളുകളുടെ ജീവനാണ്, കുടുംബങ്ങളുടെ ജീവനാണ് നഷ്ടമാണ് ഈ കായലിൽ ഉണ്ടായത്. അത് മുഴുവൻ ഈ മണൽ ഖനനം മൂലം എടുത്ത അഗാധമായ ഗർത്തങ്ങളിൽ വീണ് മരിച്ച ആളുകളാണ് ഉള്ളത്. പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ മദ്യം ഉൾപ്പെടെ അവിടെ നടക്കുകയാണ്. അത് ആ തോട്ടിൻ്റെ കരയിൽ വിശാലമായി അവരിരുന്നിട്ട് ഒരു 5-6 മണിയാകുമ്പോൾ കായലിലിറങ്ങി. വീട്ടിലുള്ള രക്ഷകർത്താക്കളൊന്നും അറിയുന്നില്ല. അപകടമരം മാത്രമാണ് അവരറിയുന്നത്. മണലൂറ്റിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെയുള്ള മണൽ മാഫിയയുടെ അക്രമങ്ങൾ ഇതും പെരുകിക്കൊണ്ടേയിരിക്കുന്നു. മണലിന്റെ അളവിലും തൂക്കത്തിലും വൻ കുറവ് വരുത്തി അധിക വിലയും ഈടാക്കി വിലസുകയാണ്. 5 ടൺ മണലിന് സർക്കാർ നൽകുന്ന വില 3322 രൂപയാണ്. എന്നാൽ കടവുകളിൽ തന്നെ 1800 രൂപ അധികമായി ചോദിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ സർക്കാരിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപകൾ മണൽ മാഫിയകളുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. ഫോറസ്റ്റ് വകുപ്പ് വഴി ന്യായവിലയ്ക്ക് മണൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ വീട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ കൊടുക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ തന്നെ പറയുകയുണ്ടായി. ആ രീതിയിലേക്ക് ഈ സാമഗ്രികളൊക്കെ തന്നെ സർക്കാർ നിയന്ത്രണത്തിൽ വിതരണം നടത്തുകയാണെങ്കിൽ സർക്കാരിന് ഇതിൻ്റെ നേട്ടമുണ്ടാകും, ജനങ്ങൾക്കും ഉണ്ടാകും. അനധികൃതമായി വാരിക്കൊണ്ടുപോകുന്ന മണൽ പോലീസ് പിടിച്ചെടുത്താൽ അത് തിരികെ പുഴയിൽ തന്നെ നിക്ഷേപിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അധികാരികൾ ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. ഇതിനുദാഹരണമാണ് ഫോർ ദ പീപ്പിളിന്റെ ക്യാമറ കണ്ണുകൾ കണ്ടെത്തിയ ഈ ദൃശ്യം. പോലീസിൻ്റെ ഒത്താശ ഈ മണൽ ഖനനത്തിന് ഒട്ടനവധി സഹായം ചെയ്യുന്നുണ്ട്. നിരവധിയായി മണൽ കോരാൻ പോയി വെള്ളത്തിൽ മുങ്ങി മരിച്ച ആളുകളും നമ്മുടെ ഈ പ്രദേശങ്ങളിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഊർജിതമായ ഉണർന്ന പ്രവർത്തനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടലിലൂടെ മാത്രമേ നമുക്കിത് അവസാനിപ്പിക്കാൻ കഴിയൂ. നിയമാനുസൃതം അനുവദിച്ചിട്ടുള്ള കടവുകളിൽ നിന്നും എത്ര മണൽ വാരിക്കൊണ്ടു പോകുന്നു, എന്ത് വിലയ്ക്ക് വിൽക്കുന്നു എന്നൊന്നും അധികാരികൾ ശ്രദ്ധിക്കാറേയില്ല. നദികളിലെ ജലനിരപ്പ് കുറയാൻ കാരണം മണൽവാരൽ തന്നെയാണ് എന്നതിൽ സംശയമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണൽ ഖനനം നടക്കുന്നത് താഴെ പറയുന്ന 6 നദികളിലാണ്. തിരുവനന്തപുരത്തെ നെയ്യാർ, വാമനാപുരം നദി, വയനാട്ടിലെ കബനി, കാസർകോട്ടെ ചന്ദ്രഗിരി പുഴ, കൊല്ലത്തെ കല്ലട, കോഴിക്കോടുള്ള കുറ്റ്യാടി. ഏതായാലും അനിയന്ത്രിതമായ മണൽവാരൽ നദികളെ നശിപ്പിക്കുമെന്നതിൽ സംശയമില്ല. ജീവജാലത്തിന് വേണ്ടിയാകും വരും നൂറ്റാണ്ടിലെ യുദ്ധമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ നടക്കുന്ന സ്ഥലം നാളെ കുഴിയായിരിക്കും, അറിയാനൊക്കില്ല. മണൽ രാത്രി ഇവർ എവിടെ നിന്നാണ് മണൽ പോരുന്നത് എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. തീർച്ചയായും ഇതൊരു സാമൂഹ്യ വിപത്തായി കണ്ടുകൊണ്ട് സത്യസന്ധമായ ഒരു പ്രവർത്തനം ഇക്കാര്യത്തിൽ നടത്തിയാൽ തീർച്ചയായും അത് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത്തരം പ്രവൃത്തികൾ ഇനിയും തുടർന്നാൽ മണൽ മാഫിയയെ സർക്കാരും ജനങ്ങളും നിയന്ത്രിച്ചില്ലെങ്കിൽ നാളെ 44 നദികളുള്ള കേരളം പോലും ദാഹജലത്തിനായി പോരാട്ടങ്ങളിൽ ഏർപ്പെടും. അതിനെതിരെയാണ് ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരും പുഴകളെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരും ഒന്നിക്കേണ്ടത്. കേരളത്തിലെ പുഴകളും കായലും കാർന്നു തിന്നുന്ന ഈ മണലൂറ്റിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇതിനെതിരെ ഉറക്കെ ചിന്തിക്കേണ്ടത് നാം തന്നെയാണ്. ഈ ദുരന്തക്കയങ്ങളിൽ പൊലിഞ്ഞുപോയ ജീവനുകൾ നമുക്ക് മുന്നിലുണ്ട്. മണൽ മാഫിയയുടെ ഭീഷണി ആവോളമുണ്ട്. സർക്കാരിന് ഇതിനൊരു ഉത്തരമില്ല. ഉത്തരം കണ്ടെത്തേണ്ടത്
നമ്മൾ തന്നെയായി അവശേഷിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതേക്കുറിച്ചുള്ള നിരന്തരമായ അന്വേഷണത്തിലാണ് ഫോർ ദ പീപ്പിളിൻ്റെ അന്വേഷണ സംഘം. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വരും. അതുവരേക്കും നമസ്കാരം.